ജിലേബി എന്ന് പറയുന്നത് കാണാൻ വളരെ ഭംഗിയുള്ളതും കഴിക്കാൻ നല്ല രുചിയുമുള്ളതുമായ സാധനമാണ്. അത് ഇഷ്ടപ്പെടാത്ത ആരോ ഉള്ളേ? കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത വളരെ അപൂർവമുള്ളൂ. അതും സാഹചര്യവശാൽ കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആളുകൾ മാത്രം. പക്ഷെ എത്ര ഭംഗിയുള്ളതാണെങ്കിലും രുചിയുള്ളതാണെങ്കിലും ആ ഒരു ജിലേബി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമുക്കത് തരുന്ന ഒരു വ്യക്തി വൃത്തിഹീനമായിട്ടുള്ള ഒരു കൈകളിലാണത് കൊണ്ടെത്തന്ന് നമുക്ക് തരുന്നതെങ്കിൽ നമ്മളിൽ എത്ര പേര് അത് ഇഷ്ടപ്പെടും? ഞാൻ പറഞ്ഞൊരു ജിലേബി എന്ന് പറഞ്ഞ സാധനം വളരെ മനോഹരമാണ്, രുചിയുള്ളതാണ്. പക്ഷെ നമുക്ക് മുമ്പിൽ കൊണ്ടുവരുന്ന വ്യക്തിയുടെ കരം വൃത്തിഹീനമാണെങ്കിൽ ആ വൃത്തിഹീനത മധുരമുള്ള, രുചിയുള്ള, മനോഹരമുള്ള, കാണാൻ അഴകുള്ള ജിലേബിയുടെ അല്ലെങ്കിൽ അതിനോടുള്ള നമ്മുടെ ആഗ്രഹത്തെ മായ്ച്ചു കളയും. എത്ര ഇഷ്ടമുണ്ട് കഴിക്കാനെന്ന് പറഞ്ഞാലും വൃത്തിഹീനമായ കരങ്ങളിലാണ് നമുക്ക് തരുന്നതെങ്കിൽ ആ ഇഷ്ടമെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ അതൃപ്തിയോടെ മാറിപ്പോകും, അല്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര ഭംഗിയുള്ളവരാണെങ്കിലും, നമ്മൾ എത്ര മനോഹരമുള്ളവരാണെങ്കിലും, നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ള് എങ്ങനെയാണോ അതാണ് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത്. പുറത്ത് നമുക്ക് എന്തും ചെയ്യാൻ കഴിയും, പക്ഷെ നമ്മുടെ അകം എന്താണ് എന്നുള്ളത് ഞാനും നിങ്ങളും പരിശോധിക്കണം. നമ്മുടെ അകം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ, നമ്മുടെ അകത്തുള്ളത് എന്താണോ ആ ഒരു സ്വഭാവം, ആ ഒരു ജീവിതത്തിൻ്റെ ശൈലി മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴാണ് അതൊരു ആനന്ദമായി മാറുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ ഒരു അഭിഷിക്തൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ആ മനുഷ്യനോട് പറഞ്ഞ് ഇങ്ങനെയാ: ഞാൻ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ മുഖമോ പൊക്കമോ ഒന്നും നോക്കരുത്, അവന്റെ ഉള്ളം നോക്കണം. അപ്പൊ ഹൃദയങ്ങൾ നോക്കുന്ന ദൈവം, ഹൃദയം അറിയുന്ന ദൈവം, ചിന്തകൾ അറിയുന്ന ദൈവം, പുറത്തെ കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സൗരഭ്യവാസനയാകണമെങ്കിൽ ഞാനും നിങ്ങളും അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ, അവരുടെ അടുക്കിലേക്ക് പോകുമ്പോൾ അവർക്ക് നമ്മെ പൂർണ്ണമായി സ്വീകരിക്കുവാൻ കഴിയുന്ന, അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന, നമ്മെ അംഗീകരിക്കാൻ കഴിയുന്ന നല്ലൊരു വിശുദ്ധി നമ്മളിൽ ഉണ്ടാകണം. നല്ലൊരു ജീവിതം നമുക്കുണ്ടാകണം. കൊണ്ടുവരുന്ന വസ്തു മികച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പറയുന്ന വാക്കുകൾ മികച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പറയുന്ന വ്യക്തി അവരെങ്ങനെയാണ് എന്നുള്ളത് ഞാനും നിങ്ങൾ സ്വയം പരിശോധിക്കണം. ഇന്ന് ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്കും അത് തന്നെ ചിന്തിക്കേണ്ടത്. ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ പരിശോധിക്കണം. നിങ്ങൾ പറയുന്ന വാക്കുകളും പ്രസംഗിക്കുന്ന പ്രസംഗവും പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളും മറ്റുള്ളവർക്ക് ഒരു സൗരഭ്യവാസനയാകണം. അത് മറ്റുള്ളവർ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുവാൻ കഴിയുന്ന ഒരു നല്ല സ്വത്താക്കി അതിനെ മാറ്റാൻ കഴിയണമെങ്കിൽ പ്രഖ്യാപിക്കുന്ന, പറയുന്ന, പഠിപ്പിക്കുന്ന ഞാനും നിങ്ങളും ശുദ്ധരായി മാറണം, ക്ലീനുള്ള ആളുകളായി മാറണം. മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന, മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നല്ല വ്യക്തികളായിട്ട്, നല്ല പാത്രങ്ങളായിട്ട്, മാനപാത്രങ്ങളായിട്ട്, മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന, തള്ളിമാറ്റുന്ന, ചവിട്ടിക്കളയുന്നല്ല, ഇഷ്ടപ്പെടുന്ന നല്ല പാത്രങ്ങളായിട്ട്, നല്ല വാഹകരായിട്ട് എനിക്കും നിങ്ങൾക്കും തീരാൻ ദൈവം ഇടവരുത്തട്ടെ. അതിനുള്ള പ്രയത്നം നമ്മുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.